السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ മനസ്സിലാക്കാനാണ് അഷ്ശൈഖ് അൽ-അല്ലാമ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുള്ളയുടെ മൻഹജു സാലിക്കീനിലെ കിതാബു സിയാം നോമ്പിൻ്റെ അധ്യായം നാം വായിക്കാൻ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി റമദാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരുപാട് മസ്അലകൾ നമ്മൾ ഇതിനകം മനസ്സിലാക്കുകയുണ്ടായി. കിതാബു സിയാം എന്നുള്ളത് കേവലം റമദാനിലെ നോമ്പിനെ കുറിച്ച് മാത്രമല്ല അതിൽ ചർച്ചയാവുക, മറിച്ച് കിതാബു സിയാമിൽ നോമ്പുമായി ബന്ധപ്പെട്ട ഫർളും സുന്നത്തുമായ എല്ലാ നോമ്പുകളെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കാറുണ്ട്. അതുപോലെ തന്നെ മൻഹജു സാലിക്കീനിലെ കിതാബു സിയാമിലും ഇനി അങ്ങോട്ട് നമുക്ക് വായിക്കാനുള്ളത് സുന്നത്ത് നോമ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഹദീസുകളും മറ്റുമൊക്കെയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഖാല റഹിമഹുല്ലാഹ് وسئل عن صوم يوم عرفة فقال يكفر السنة الماضية والباقية. وسئل عن صوم عاشوراء فقال يكفر السنة الماضية. وسئل عن صوم يوم الاثنين فقال ذاك يوم ولدت فيه وبعثت فيه أو أنزل علي فيه. رواه مسلم. അദ്ദേഹം പിന്നീട് ചർച്ച ചെയ്യുന്നത് യൗമു അറഫയിലുള്ള നോമ്പിനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫ ദിവസത്തിലുള്ള നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് യുകഫിറു സനതൽ മാളിയത വൽ ബാഖിയ, അത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷങ്ങളിലെയും പാപങ്ങൾ പുറത്തു തരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് സുന്നത്തായിട്ടുള്ളത് ഹജ്ജിൽ പങ്കെടുത്ത ഹാജിമാരല്ലാത്ത ആളുകൾക്കാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അറഫ ദിനം അഥവാ ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിനം, ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ അറഫയിൽ സംഗമിക്കുക എന്നതിനു വേണ്ടി അവർ ഒരുമിച്ച് കൂടേണ്ടതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം നോമ്പെടുക്കൽ സുന്നത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പെടുക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് പാനീയം കുടിച്ചുകൊണ്ട് സ്വഹാബികൾക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അന്ന് കുറെ ഇബാദത്തുകൾ നിർവഹിക്കേണ്ട, അത്യാവശ്യം പ്രയാസങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു ദിനമാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹജ്ജിൻ്റെ ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തില്ല എന്നാണ് വളരെ കൃത്യമായി ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതല്ലാത്ത ആളുകൾക്കെല്ലാം തന്നെ ആ ദിവസം, അറഫ ദിവസം, ദുൽഹിജ്ജയിലെ 9ാമത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അത് സുന്നത്താണ്. അതിൻ്റെ പ്രതിഫലവും മഹത്തരമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യുകഫിറു സനതൽ മാളിയത വൽ ബാഖിയ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു തരും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളിലൂടെ നമുക്ക് പാപങ്ങൾ പുറത്തു തരുന്ന എല്ലാ പാപങ്ങളും അത് ചെറു പാപങ്ങളാണ്, വൻ പാപങ്ങളല്ല. വൻ പാപങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തൗബയിലൂടെ അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല എന്നാണ്. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മശിയത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ശിർക്കല്ലാത്ത കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ പുറത്തു തരും. പക്ഷെ സൽക്കർമ്മങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നത് അത് വൻപാപങ്ങളല്ല എന്നുള്ളത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് അമലുകളുണ്ട്. നമ്മൾ നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഓരോ വെള്ളത്തുള്ളിയോടൊപ്പവും ആ അവയവങ്ങൾ കൊണ്ട് ചെയ്ത തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ്. മസ്ജിദിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഓരോ കാൽവെപ്പും അത് അല്ലാഹു തആല അതുകൊണ്ട് പാപങ്ങൾ പുറത്തു തരുമെന്നുള്ളതാണ്. ഇനി നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയം അത്രയും അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. നിസ്കാര ശേഷം അടുത്ത നിസ്കാരത്തിന് വേണ്ടി ഇരിക്കുന്ന സമയം അത്രയും മലക്കുകൾ അല്ലാഹുമ്മ മഗ്ഫിർ ലഹു, അല്ലാഹുവേ ഇവന് പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഇതൊക്കെ മഗ്ഫിറത്തിനുള്ള, പാപങ്ങൾ പുറത്തു തരാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ്. ഒരാളൊരു നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കലും നിസ്കാര ശേഷം മസ്ജിദിൽ ഇരിക്കലും ഒക്കെ. പക്ഷെ ഈ പറയുന്ന എല്ലാ സൽക്കർമ്മങ്ങൾ കൊണ്ട് ലഭിക്കുന്ന പാപമോചനങ്ങൾ അത് ചെറുപാപങ്ങളിൽ നിന്നാണ് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി
കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു തരിക എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങൾ പുറത്തു തരുമെന്ന് പറഞ്ഞത് എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അത് ഒന്നുകിൽ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളിൽ നിന്നും ഒരു റബ്ബിൻ്റെ ഒരു സംരക്ഷണം അവന് നൽകുന്നുള്ളതാണ്. അവൻ വലിയ വലിയ പാപങ്ങളിലൊന്നും ചെന്ന് വീഴുകയില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകും. ഈ ഒരു നിയത്തോടു കൂടി അറഫാ ദിനത്തിൽ ആ ഒരു ദിവസം നോമ്പെടുത്ത ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കുകയും ചെയ്യും, സംശയമില്ല. അതാണ് ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവിടെ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും തന്നെ ഈ ഒരു നോമ്പ് ഞാൻ എടുക്കുന്നു എന്ന കാരണത്താൽ ഇനി വരും വർഷത്തിൽ എനിക്ക് തിന്മകൾ ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്ന് ആരും മനസ്സിലാക്കാൻ പാടില്ല. രണ്ട് കാര്യങ്ങളാണ് അത് പറയാൻ കാരണം. ഒന്ന്, ആർക്കാണ് അറിയുക അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ നോമ്പ് കബൂലാക്കി എന്നുള്ളത്? അല്ല, ഒരു നോമ്പിന് പറയപ്പെട്ട പ്രതിഫലം കിട്ടണമെങ്കിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പുറത്തു തരിക എന്നുള്ളതാണല്ലോ അതിൻ്റെ പ്രതിഫലം. ഏതൊരു അമലിൻ്റെയും പ്രതിഫലം അതുപോലെ ലഭിക്കണമെങ്കിൽ അത് കബൂലായി കിട്ടണം. നമുക്ക് ആർക്കാണ് നമ്മുടെ ഒരു സുജൂദെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കിയിട്ടുണ്ട് എന്ന് അറിയുന്ന ആരാണുള്ളത്? നമുക്കറിയില്ല നമ്മൾ ഈ അറഫാ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒരുപക്ഷെ ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മളൊരു ലോകമാന്യം അതിൽ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ നോമ്പ് എടുക്കുക വഴി വല്ല ഉജ്ബും, നമുക്ക് സ്വന്തത്തെക്കുറിച്ച് അത്ഭുതം കൂറുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ, ഇത് നമുക്കറിയില്ല. ഇതൊക്കെ അമലിനെ ബാത്തിലാക്കി കളയുന്ന കാര്യത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് ആ നോമ്പ് പൂർണ്ണമായി അനുഷ്ഠിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രതിഫലം ലഭിച്ചിട്ടുണ്ട്, അതിന് പറയപ്പെട്ട ആ പാപമോചനം എനിക്ക് നേടിയിട്ടുണ്ട് എന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് അവൻ പാപം ചെയ്യാൻ ഒരുങ്ങുക? രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞത്, പാപങ്ങൾ പൊറുക്കപ്പെടാൻ ചില സബബുകൾ, കാരണങ്ങൾ ഉള്ളതുപോലെ തന്നെ പാപം പൊറുക്കപ്പെടുന്നതിന് തടയാകാനും ചില കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരാൾ തിന്മ ചെയ്യണമെന്ന് ദൃഢനിശ്ചയം എടുക്കുക, തിന്മ ചെയ്യാൻ വേണ്ടി ഒരാൾ ഒരുമ്പിടുക, അതിനുവേണ്ടി തയ്യാറായി നിൽക്കുക. അങ്ങനെ ഒരാൾ തീരുമാനിക്കുക, ഞാൻ ഇന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഞാൻ തിന്മ ചെയ്യും എന്ന് പറഞ്ഞാൽ അവന് ആ പറയുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് പാപമോചനം ലഭിക്കുകയില്ല എന്നാണ്. മറിച്ച് അവൻ പാപം ചെയ്യണമെന്ന് ആഗ്രഹിക്കാനോ പാപം ചെയ്യണമെന്ന് തീരുമാനമെടുക്കാനോ പാടില്ല. അതല്ലാത്ത നിലക്ക് അവൻ ശ്രദ്ധിച്ചാലും ഒക്കെയും മറ്റും അവന് സംഭവിച്ചു പോകുന്ന ചെറുപാപങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്തരം സൽക്കർമ്മങ്ങൾ കൊണ്ട് പൊറുക്കപ്പെടുന്നത്. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ ഒരു സൽക്കർമ്മം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു സൽക്കർമ്മം മുന്നിലുണ്ട്, അതുകൊണ്ട് അത്രയും തിന്മകൾ ചെയ്യാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട പാപമോചനം അവന് തടയപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇത് അറഫാ നോമ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, അത് ആശൂറ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞതാണ്. അവിടുന്ന് പറഞ്ഞത്, യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നുള്ളതാണ്. ആശൂറ നമുക്കറിയാം, മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിലാണ് ആശൂറ എന്ന് പറയുന്നത്. ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന യഹൂദർ നേരത്തെ തന്നെ മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ ഷർറിൽ നിന്നും മൂസയെയും അലൈഹിസ്സലാം ജനതയെയും രക്ഷിച്ച ദിവസമാണത്. ഞങ്ങൾ ആ വിജയത്തിന്റെ ദിവസം എന്ന കാരണത്താൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കാൻ ഞങ്ങൾ ആ ദിവസം നോമ്പ് അനുഷ്ഠിച്ചു വരികയാണ് എന്നാണ് അവർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും അടുത്തത്, ഏറ്റവും ബാധ്യത ഉള്ളത് എനിക്കാണ്. കാരണം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ യഹൂദർ ശരിയായ രൂപത്തിൽ പിൻപറ്റുന്നില്ല, അവകാശവാദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കാണ് അതിന് കൂടുതൽ അർഹതയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ശർആക്കുകയാണ്, മുസ്ലിമീങ്ങൾക്കും ആശൂറ നോമ്പ് ശർആക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ ഇനി അടുത്ത വർഷം കൂടി ജീവിക്കുകയാണ് എങ്കിൽ ഞാൻ 9 കൂടി നോമ്പ് അനുഷ്ഠിക്കും, യഹൂദികളോട് എതിരാകുന്നതിന് വേണ്ടിയിട്ട്, യഹൂദികളോട് എതിരാകുന്നതിന് വേണ്ടി. അങ്ങനെ താസുആഇന് മുഹറം 9 കൂടി നോമ്പ് അനുഷ്ഠിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറയാണ്. അപ്പോൾ ആശൂറ നോമ്പിനോടൊപ്പം ഒരാൾ താസുആഇന് ദുൽഹിജ്ജ മുഹറം 9 കൂടി ഒരാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിൽ വലിയ ഖൈറുണ്ട്. എന്നൊരാൾ ആശൂറ മാത്രം നോമ്പ് അനുഷ്ഠിച്ചാലും അതിൽ തെറ്റില്ല, ഈ പറയപ്പെട്ട പ്രതിഫലം ലഭിക്കും. കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാക്കിയിട്ടുണ്ട് ആശൂറയിലെ ഒരു ദിവസത്തെ നോമ്പ്. ഇത്തരം സുന്നത്ത് നോമ്പുകളൊക്കെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും വേണം.
ഇത് കിതാബ് സിയാമിൽ കൊണ്ടുവരാനുള്ള കാരണം പലരും റമദാനിൻ്റെ കഴിഞ്ഞാൽ പിന്നെ ഒരു സുന്നത്ത് നോമ്പ് ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത്ര പ്രതിഫലം പറഞ്ഞ സുന്നത്ത് നോമ്പോൾ പോലും ചില ആളുകൾ എന്ത് ചെയ്യില്ല, പരിഗണിക്കുകയില്ല. അല്ലെ, തിങ്കളും വ്യാഴമൊക്കെ പോട്ടെ, അതൊക്കെ ഇനി വരുന്നുണ്ട്. ഇത്ര ഒരു വർഷത്തെ 2 വർഷത്തെ പാപങ്ങൾ പുറത്തു തരുന്ന നോമ്പുണ്ട്, അതിന് ആളുകൾ ഉണ്ടാവുകയില്ല. 1 വർഷത്തെ പാപങ്ങൾ പുറത്തു തരേണ്ട നോമ്പുണ്ട്, അതിന് ആളുകൾ ഉണ്ടാവുകയില്ല. എന്നാൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുക എന്തിനാ? ഇവിടെ സുന്നത്തായി സ്ഥിരപ്പെടാത്ത ബറാഅത്ത് നോമ്പ്, അങ്ങനെയുള്ള നോമ്പ്, ഇങ്ങനെയുള്ള നോമ്പ്, അതിന് യാതൊരു സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാകും. എന്നാൽ സുന്നത്ത് അതവർക്ക് അറിയുക പോലുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് സഹോദരങ്ങളെ, ഇവിടെയുള്ള ആളുകൾ, മുസ്ലിയാക്കന്മാരായ ആളുകളൊക്കെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇത്തരം സുന്നത്തുകളൊന്നും പഠിപ്പിച്ചു കൊടുക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ ബിദ്അത്തുകൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി വാദിക്കുകയും അതിനെ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് പറയപ്പെടാത്ത രൂപത്തിലുള്ള ഒരുപാട് പോരിശകൾ പറയുകയും അങ്ങനെ ഭക്ഷണവും തീറ്റയും അങ്ങനെയാക്കി ഇബാദത്തുകളെ തീർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. പിന്നീട് 3ാമത് പറയുന്ന സുന്നത്ത് നോമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിങ്കളാഴ്ച ദിവസത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ അവിടുത്തെ തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദാക യൗമുൻ ഉലിത്തു ഫീഹ്, ആ ദിവസമാണ് ഞാൻ ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏതാണ്? അത് തിങ്കളാഴ്ച ദിവസമാണ്. വബുഇസ്തു ഫീഹ്, എന്നെ നബിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്, 40ാമത്തെ വയസ്സിൽ അല്ലാഹു തആല നബിയായി നിയോഗിക്കുന്നത് അതും ഒരു തിങ്കളാഴ്ച ദിവസത്തിലായിരുന്നു. ഔ ഉൻസില അലയ്യ ഫീഹ്, അല്ലെങ്കിൽ എനിക്ക് ആദ്യമായി വഹി ഇറങ്ങുന്നത് അത് തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണ്. അല്ല, ജന്മദിനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ഹദീസ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചാൽ, അഥവാ ഇവിടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങൾ നടത്തുന്നവരോട്, മീലാദുകൾ നടത്തുന്നവരോട്, വർഷാവർഷം ഭക്ഷണവും ബിരിയാണിയൊക്കെ ആക്കിയിട്ട് മീലാദ് നടത്തുന്ന ആളുകളോട് എന്തെങ്കിലുമൊക്കെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരാകെ കൊണ്ടുവരിക അവർക്കുള്ളത് സ്വഹീഹായി ഒരു ഹദീസാണ് ഉദ്ധരിക്കാനുള്ളത്. അത് ഈ ഹദീസാണ്. എന്നിട്ട് അവർ ഈ ഹദീസിനെ കൊണ്ട് അവരുടെ നബിദിനം ആഘോഷമാക്കാൻ തെളിവാക്കാൻ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നുള്ളത് സത്യമാണ്, അത് തിങ്കളാഴ്ച ദിവസമാണ്, ഈ ഹദീസിന് തെളിവാണ്. പക്ഷെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിൽ ചെയ്യാൻ പറഞ്ഞത്? എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കാനാണ് പറഞ്ഞത്. അതല്ലാതെ വർഷാവർഷം തിങ്കളാഴ്ച ദിവസത്തിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ തിങ്കളാഴ്ച ദിവസത്തിൽ വല്ല മൗലൂദ് നടത്താൻ പറഞ്ഞോ, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിരിയാണി കൊടുക്കാൻ പറഞ്ഞോ, ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു മധുര പലഹാരം വിതരണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, സ്വഹാബികൾ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവരാണ് ഗവേഷണം നടത്തിയത്, നബിദിനം ഒന്നും ഇങ്ങനെ കഴിക്കേണ്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കഴിക്കേണ്ടതാണ് എന്നൊക്കെ ഇവർ ഗവേഷണം നടത്തി കണ്ടുപിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണെന്ന് അവിടെ അറിയിച്ചു വന്നിട്ടുണ്ട്. അതല്ലാതെ അത് ഏത് ഡേറ്റാണ്, അതിൻ്റെ താരീഖ് എന്താണ് എന്ന് അയിമ്മത്തുകൾ ആരും രേഖപ്പെടുത്തിയിട്ടില്ല കൃത്യമായിട്ട്. അഭിപ്രായ വ്യത്യാസത്തിനാണ് പണ്ഡിതന്മാർ. ഏത് ദിവസമാണെന്നുള്ളതിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടാണുള്ളത്. കാരണം ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു ചരിത്രമില്ല, അങ്ങനെ ഒരു ശീലമില്ല. ഇന്ന ഡേറ്റുകൾ, ജന്മദിനങ്ങൾ കുറിച്ചു വെക്കുക, വാർഷികങ്ങൾ കുറിച്ചു വെക്കുക. കാരണം മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ 2 പെരുന്നാളുകൾ മാത്രമേ ഉള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം പോലും സ്വഹാബികൾക്ക് ആർക്കും അറിയില്ല. ഒരു സഹാബിയെങ്കിലും ഇത് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് എവിടെയും കാണൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഇന്നതാണ്, ഇന്ന് റബീഉൽ അവൽ മാസത്തിൽ 12-ലാണ്. ഒരു സഹാബി പറഞ്ഞത് പോലും കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. റബീഉൽ അവൽ മാസത്തിലാണോ തന്നെ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. 8ഓളം ശക്തമായ അഭിപ്രായങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നത്, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നമുക്ക് സുന്നത്തായിട്ടുള്ളത് നോമ്പെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പോരിശകൾ വേറെയുമുണ്ട്. ആ ദിവസങ്ങളിലാണ് സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുക എന്നുള്ളതാണ്. ആ സമയം ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് അദ്ദേഹം കൊടുക്കുന്നു, മൻ സാമ റമദാന സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമി ദഹർ, റവാഹു മുസ്ലിം. മൻ സാമ റമദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് അദ്ദേഹം കൊടുത്തത്. ആരെങ്കിലും റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ചു, സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, പിന്നീട് അതിനെ തുടർത്തി 6 നോമ്പുകൾ ശവ്വാലിൽ ഒരാൾ എടുത്തെങ്കിൽ കാന കസിയാമി ദഹർ, വർഷം മുഴുവൻ അവൻ നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ് എന്നാണ്. റമദാനിൽ 29 അല്ലെങ്കിൽ 30 ഒരു ഷഹർ, ഒരു മാസം അവന് ലഭിക്കും.
അതിനുശേഷം ഒരു 6 നോമ്പും കൂടി അവൻ എടുത്തു കഴിഞ്ഞാൽ വർഷം മുഴുവൻ അവൻ നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകി. അവൻ ആകെ എത്ര എടുത്തിട്ടുള്ളൂ? 30 അല്ലെങ്കിൽ 36 അല്ലെങ്കിൽ 35 ദിവസം നോമ്പ് അവൻ എടുത്തു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം നൽകുകയാണ്. കാരണം ഒരു നോമ്പിന് ഏറ്റവും കുറഞ്ഞത് 10 പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് ഈ 36 നോമ്പെടുക്കുന്ന ഒരാൾക്ക് വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, ഹദീസിൽ വന്നതുപോലെ മൻ സാമ റമദാൻ, ആദ്യം റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ റമദാനിൽ വല്ല ഖളാവും ഒരാൾക്ക് ബാക്കിയുണ്ട് എങ്കിൽ, 2-3 നോമ്പൊക്കെ ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അത് ആദ്യം ഒന്ന് ഖളാവ് കിട്ടണം. ഖളാണ് ആദ്യം വീട്ടേണ്ടത്. അതിനുശേഷമാണ് ശവ്വാലിൽ 6 നോമ്പ് എടുക്കേണ്ടത്. അപ്പോഴാണ് അവന് കാനക സിയാമിദ് ദഹർ, അവന് വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഖളാ നോമ്പുള്ള ആളുകൾ എന്ത് ചെയ്യണം? ആദ്യം ഖളാ നോമ്പിന്റെ നിയ്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശവ്വാലിൽ നോമ്പ് എടുക്കേണ്ടത്. അതിനുശേഷമാണ് പിന്നീട് ശവ്വാലിൽ നോമ്പ് എടുക്കേണ്ടത്. അതിനുശേഷമാണ് ഈ 6 നോമ്പ് എടുക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കുക. പിന്നീട് അദ്ദേഹം പറയുന്നത് മാസത്തിലുള്ള 3 നോമ്പുകളെ കുറിച്ചാണ്. ഹദീസ് കൊടുക്കുന്നു. വഖാല അബൂദർറിൻ റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹു പറയാൻ, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നസൂമ മിനശ് ശഹ്രി 3 അയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ. 13 و14 و15, 13, 14, 15. അറബി മാസത്തിലെ 13, 14, 15 ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് മുസ്തഹബാണ് എന്നുള്ളത് ഇജ്മാ ഉള്ള കാര്യമാണ്. നോമ്പുകളിൽ നിർബന്ധമുള്ളത് റമദാനിലെ നോമ്പ് മാത്രമാണ്. അതല്ലാത്ത ബാക്കി എല്ലാ നോമ്പുകളും സുന്നത്താണ്. ഒരാൾ നേർച്ചയോ മറ്റോ ആക്കിയാലല്ലാതെ ഒരു സുന്നത്തായ ദിവസം ഞാൻ നോമ്പെടുക്കുമ്പോൾ നേർച്ച എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് എടുക്കൽ വാജിബാകും. അതല്ല എങ്കിൽ റമദാനിലല്ലാതെ മറ്റു നോമ്പുകളൊന്നും നിർബന്ധമില്ല എന്നുള്ളത് ഏക അഭിപ്രായമുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഇത് മാസത്തിലുള്ള 3 നോമ്പാണ്. ഈ 3 നോമ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും, ഹദീസുകളിൽ വന്നിട്ടുണ്ട്, അതിന് വർഷം മുഴുവൻ നോമ്പ് എടുത്തവനെ പോലെ എന്നാണ്. ഇപ്പം എല്ലാ മാസവും ഒരാൾ 3 നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു നോമ്പിന് 10 പ്രതിഫലമാണ്. അയാൾ ആ മാസം മുഴുവൻ നോമ്പ് എടുത്തവനെ പോലെയായി. അങ്ങനെ 12 മാസത്തിൽ 3 നോമ്പ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അവൻ വർഷം മുഴുവൻ നോമ്പുകാരന്റെ പ്രതിഫലം അവന് കിട്ടി. ഇപ്പം ഹിജറ വർഷം 1446 ഈ വർഷം ഒരാൾ എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ വർഷം മുഴുവൻ അവൻ സുന്നത്ത് നോമ്പ് എടുത്തു എന്നാണ് അതിന്റെ പ്രതിഫലമാണ് അവൻ ലഭിച്ചിട്ടുള്ളത്. ഇനി ആരാണ് അത് വർദ്ധിപ്പിക്കുന്നത്, അവനത് കൂടുതൽ കിട്ടും. പക്ഷെ മിനിമം എല്ലാ മാസവും 3 നോമ്പ് എടുത്തവന് ആ വർഷം മുഴുവൻ പ്രതിഫലം, വർഷം മുഴുവൻ നോമ്പ് മറ്റവന്റെ പ്രതിഫലം അവൻ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇപ്പൊ ശവ്വാലിലെ നോമ്പെടുക്കുന്ന ആൾക്ക് ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലം അങ്ങനെ കിട്ടി. എല്ലാ മാസവും 3 നോമ്പെടുക്കുന്നവന് ഒരു വർഷം നോമ്പെടുത്തവന്റെ പ്രതിഫലം പിന്നെയും കിട്ടുകയാണ്. ഒരു വർഷത്തിൽ തന്നെ ഒരുപാട് പ്രതിഫലം ഒരാൾക്ക് വാങ്ങാൻ സാധിക്കുന്ന കാര്യമാണ് ഇതൊക്കെയും. അതുകൊണ്ട് മാസത്തിൽ ഒരു 3 നോമ്പ് നമ്മൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ 13, 14, 15 എടുക്കുക എന്നുള്ളത് അഫ്ളലായ കാര്യം എന്ന് മാത്രമാണ്. അതിൽ തന്നെ വേണമെന്ന് നിർബന്ധം ഇല്ല. ഒരാൾക്ക് ആ ദിവസം സാധിച്ചിട്ടില്ലെങ്കിൽ ഏത് 3 ദിവസം ഒരാൾക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് ഈ പ്രതിഫലം കിട്ടണമെങ്കിൽ. കാരണം ഒരുപാട് ഹദീസുകളിൽ കൂടുതൽ സ്ഥിരപ്പെട്ടു വന്നത് മാസത്തിലെ 3 നോമ്പ് എന്നാണ്. സിയാമു സലാസതി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരുപാട് ഹദീസുകൾ വന്നിട്ടുള്ളത്. ഈ 13, 14, 15 കൂടുതൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ മാസത്തിലെ 3 നോമ്പ് എന്നുള്ള നിരുപാധിക പ്രയോഗമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഏത് 3 ദിവസം ഒരാൾക്ക് എടുക്കാം. അത് 13, 14, 15 തന്നെ എടുക്കേണ്ടതില്ല. അത് വിട്ടിട്ടും എടുക്കുക. ഒരാൾ മാസത്തിലൊരു തിങ്കൾ നോമ്പെടുത്തു, ഒരു വ്യാഴം നോമ്പെടുത്തു, അടുത്തൊരു തിങ്കൾ നോമ്പെടുത്തു. ഈ 3 നോമ്പെടുത്തു കഴിഞ്ഞാൽ അയാൾ ആ മാസം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയായി. ഇനിയുള്ള വ്യാഴവും തിങ്കളൊക്കെ എടുത്ത് അവൻ എക്സ്ട്രാ ബോണസാണ്, പിന്നെയും കൂടുതൽ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. 3 നോമ്പ്, ഏത് നോമ്പ് അങ്ങനെ തുടർച്ചയായിട്ടോ അല്ലാതെ എടുത്താൽ പോലും സഹോദരങ്ങളെ അതവന് മാസം മുഴുവൻ പ്രതിഫലം ലഭിക്കുന്ന ഈ പറയപ്പെട്ട ഹദീസിന്റെ പരിധിയിൽ പെടുമെന്നുള്ളത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അയ്യാമുൽ ബീദിൽ 13, 14, 15 എടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമം എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. പിന്നീട് അദ്ദേഹം ചർച്ച ചെയ്യുന്നത് നോമ്പനുഷ്ഠിക്കൽ നിഷിദ്ധമായ ദിവസങ്ങളെക്കുറിച്ചാണ്. നോമ്പനുഷ്ഠിക്കൽ നിഷിദ്ധമായ ദിവസമുണ്ട്. നോമ്പിന് എത്ര പോരിശ പറഞ്ഞാലും, നോമ്പിന് എത്ര പ്രതിഫലമുള്ള കാര്യമാണെന്ന് പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ദിവസങ്ങളിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിക്കുകയാണ് എങ്കിൽ
അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, അയാൾ കുറ്റക്കാരനും ആകും. ദീൻ അങ്ങനെയാണ്, നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചിട്ടല്ല. അള്ളാഹു ഹറാമാക്കിയ ദിവസം, നിഷിദ്ധമാക്കിയ ദിവസം ഒരാൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് വിചാരിച്ച് നോമ്പെടുത്താലും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, കുറ്റക്കാരനായി തീരും. അപ്പം അതിൽപ്പെട്ടതാണ് അദ്ദേഹം കൊടുക്കുന്നു വനഹ അൻ സിയാമി യൗമൈനി, 2 ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കൽ വിലക്കി. യൗമുൽ ഫിത്ർ വയൗമുൻ നഹർ മുത്തഫഖുൻ അലൈഹി. ഏതൊക്കെയാണത്? ഒന്ന് യൗമുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ ദിനമാണ്. ഈദുൽ ഫിത്തറിന്, ചെറിയ പെരുന്നാൾ ദിനത്തിൽ നോമ്പെടുക്കൽ നിഷിദ്ധമാണ്. വയൗമുൻ നഹർ, ബലി പെരുന്നാൾ ദിവസമാണ്, അഥവാ ദുൽഹിജ്ജയുടെ 10-ന് ആ ദിവസം നോമ്പെടുക്കൽ സഹോദരങ്ങളെ നിഷിദ്ധമാണ്. ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഏകാഭിപ്രായമുള്ള കാര്യമാണത്. അതുകൊണ്ട് പെരുന്നാൾ ദിവസം ഒരാളും തന്നെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് ചെയ്യാൻ പാടില്ല. അത് നിഷിദ്ധമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. ഹറാമായ കാര്യമാണ്, ഒരാൾക്കത് ചെയ്യാൻ പാടില്ല. പെരുന്നാൾ ദിവസം അവൻ പട്ടിണി അടക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അദ്ദേഹം നിഷിദ്ധമായ അടുത്ത ദിനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വഖാല അയ്യാമു തശ്രീഖി അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്റുൻ ലില്ലാഹി അസ്സ വജൽ റവാഹു മുസ്ലിം. പിന്നീടുള്ളത് അയ്യാമു തശ്രീഖാണ്. ഏതാണ് അയ്യാമു തശ്രീഖ്? സഹോദരങ്ങളെ, ദുൽഹിജ്ജയിലെ 11, 12, 13 ദിവസങ്ങൾക്കാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത്. പെരുന്നാൾ കഴിഞ്ഞിട്ട് വരുന്ന 3 ദിവസങ്ങൾ, ബലി പെരുന്നാൾ കഴിഞ്ഞിട്ട് വരുന്ന 3 ദിവസങ്ങൾ. ഈ 3 ദിവസങ്ങളിലും നോമ്പെടുക്കാൻ പാടില്ല. ആർക്കൊഴികെ? ഹജ്ജിന് ബലിമൃഗത്തെ അറക്കാൻ സാധിക്കാത്ത ആളുകൾക്ക്, ബലിമൃഗം കിട്ടാതെ അറക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അതിന് പ്രായശ്ചിത്തമായി ചെയ്യേണ്ടത് 10 ദിവസത്തെ നോമ്പാണ്. അത് 3 ദിവസം മക്കത്ത് വെച്ചും ബാക്കി 7 നോമ്പ് നാട്ടിലെത്തിയിട്ട് എടുത്താലും മതി. അങ്ങനെയാണ് ആ 10 ദിവസം നോമ്പ് പൂർത്തിയാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് മക്കത്ത് നിന്ന് പെട്ടെന്ന് പുറപ്പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അയ്യാമു തശ്രീഖിൽ തന്നെ വേണമെങ്കിൽ ആ 3 നോമ്പ് പൂർത്തിയാക്കാവുന്നതാണ്. ഇത് മാത്രമാണ് അളവുള്ളത്. അതല്ലാത്ത മുഴുവൻ ഹാജിമാർക്കും മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അയ്യാമു തശ്രീഖിലും നോമ്പെടുക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ മാസത്തിലും 13, 14, 15 നോമ്പെടുക്കുന്ന ആളുകൾ ദുൽഹിജ്ജ മാസത്തിലെ 13-ൽ എടുക്കരുത്. മറിച്ച് അവൻ 14, 15, 16-ലേക്ക് എടുക്കുക, അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തിലേക്ക് എടുക്കുക. കാരണം ദുൽഹിജ്ജ മാസത്തിലെ 13 അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിനമാണ്. ആ ദിവസം നോമ്പെടുക്കൽ നിഷിദ്ധവുമാണ്. മറിച്ച് ആ ദിവസത്തിൽ അയ്യാമു തശ്രീഖ് അയ്യാമു അക്ലിൻ വഷുർബ്, ഭക്ഷണം കഴിക്കേണ്ട, വെള്ളം കുടിക്കേണ്ട ദിവസമാണ്. വദിക്റുലില്ലാഹി അസ്സ വജൽ, ഇത് രണ്ടും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് തടസ്സമാകുന്ന കാര്യമല്ല. വദിക്റുലില്ലാഹി അസ്സ വജൽ, ഭക്ഷണം കഴിക്കുക, പാനീയം കുടിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, അതിൻ്റെ പേര് നമ്മൾ അള്ളാഹിനെ ശുക്ർ ചെയ്താൽ, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറഞ്ഞാൽ, അവൻ അള്ളാഹു തആലക്ക് ഭക്ഷണം കഴിച്ചിട്ടും അള്ളാഹുവിന് നന്ദി കാണിക്കാൻ പറ്റും. ഒരാൾക്ക് നോമ്പെടുത്തിട്ടും നന്ദി കാണിക്കാം, ഭക്ഷണം കഴിച്ചിട്ടും നന്ദി കാണിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് നന്ദി കാണിക്കുന്നവർ ആ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ അള്ളാഹിനെ ശുക്ർ ചെയ്താൽ മതി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കുറഞ്ഞത് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുക, നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അള്ളാഹു നൽകിയ ആ ശുക്രിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ പറയുക, അത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ന് സഹോദരങ്ങളെ പറയാം. അപ്പം ഈ 3 ദിവസങ്ങൾ കൂടി നോമ്പെടുക്കാൻ പാടില്ല. അയ്യാമു തശ്രീഖ് 11, 12, 13 ദുൽഹിജ്ജയിലെ ഈ 3 ദിവസങ്ങളും നോമ്പെടുക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നീട് നോക്കൂ, അദ്ദേഹം പറയുന്നത് വഖാല ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമുഅ ഇല്ല അൻ യസൂമ യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു മുത്തഫഖുൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് കൊടുക്കുന്നത്. ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമുഅ, നിങ്ങളിൽ ഒരാളും ജുമുഅ ദിവസം നോമ്പെടുക്കാൻ പാടില്ല. വെള്ളിയാഴ്ച നിങ്ങളിൽ ഒരാളും നോമ്പെടുക്കാൻ പാടില്ല. നിരുപാധികമായിട്ടാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇല്ല അൻ യസൂമ യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു, തൊട്ടു മുമ്പിൽ ഒരു ദിവസം ഒരാൾ എടുത്തിട്ടുണ്ട് എങ്കിൽ അവനെടുക്കാം. ഇപ്പം വ്യാഴാഴ്ച എടുത്ത ഒരാൾക്ക് വെള്ളിയാഴ്ച എടുക്കാം, കുഴപ്പമില്ല. അതുപോലെ വ്യാഴാഴ്ച എടുത്തിട്ടില്ല, വെള്ളിയാഴ്ച മാത്രം എടുത്ത ഒരാൾ ഔ യൗമൻ ബഅദഹു, ശനിയാഴ്ച കൂടി എടുത്താൽ മതി. അവനെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച കൂടി എടുത്താൽ മതിയാക്കുന്നതാണ്. അങ്ങനെ വെള്ളിയാഴ്ച മാത്രം നിയത്താക്കി നോമ്പെടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങൾ, ഇവിടെയും നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇങ്ങനെയുള്ള യുക്തിയെ അടിസ്ഥാനമാക്കി നേർക്ക് നേരെയുള്ള തെളിവുകളില്ലാതെ അങ്ങനെയും ഇങ്ങനെയൊക്കെയുള്ള തെളിവുകളൊക്കെ ഒരുമിപ്പിച്ച് പല ബിദ്അത്തുകൾക്കും തെളിവ് പിടിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ ആ യുക്തി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. ആഴ്ചയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം ഏതാണ്? വെള്ളിയാഴ്ച ദിവസമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പെടുക്കേണ്ട എന്നാണ് പറയുന്നത്. ഒരാൾ അത് അങ്ങനെയാണ് ഇവർ ഓരോ തെളിവും കൊണ്ടുവരിക.
ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിവസമല്ലേ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പിന്നെ നോമ്പെടുത്താൽ എന്താ, നോമ്പ് നല്ലൊരു ഇബാദത്തല്ലേ. ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസത്തിൽ നമ്മൾ നല്ല ഇബാദത്തൊക്കെ ചെയ്യണം. അങ്ങനെ ആലോചിച്ചിട്ടാണ് ഒരു തെളിവ് കൊണ്ടുപിടിക്കുക. ഇവരങ്ങനെയാണ് ഓരോ തെളിവുകളുടെയും സ്ഥിതി അതായിരിക്കും. ഇങ്ങനെ ലോജിക്കും യുക്തിയും ഒക്കെയാണ്. എന്നാൽ ദീനുൽ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണോ അതേപോലെ ചെയ്യുക എന്നുള്ളതാണ്. അവിടുന്ന് നമ്മോട് പറയുന്നത് വെള്ളിയാഴ്ച മാത്രമായി അങ്ങനെ നോമ്പെടുക്കാൻ പാടില്ല. എടുക്കുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച എടുത്തിട്ട് വെള്ളിയാഴ്ച എടുക്കണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോടൊപ്പം ശനി കൂടി ഉൾപ്പെടുത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇതിനുശേഷം ഇത് വിശദീകരിക്കുന്നിടത്ത് സഹോദരങ്ങളെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വഹാദ അഹദുൽ അദില്ലത്തിൽ കസീറ അല അന്ന സിയാമ സബ്തി ലിസബബിൻ ഫിന്നാഫിലതി ലൈസ മൻഹിയുൻ അൻ. ഇത് ഒരുപാട് തെളിവുകളിൽപ്പെട്ട ഒരു തെളിവാണ്. എന്തിനുള്ളത്? ശനിയാഴ്ച നോമ്പ്, സുന്നത്തായിട്ടുള്ള ശനിയാഴ്ച നോമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അത് വിലക്കപ്പെട്ടതല്ല എന്നാണ്. കാരണം ശനിയാഴ്ച നോമ്പ് എടുക്കാൻ പാടില്ല എന്നറിയിക്കുന്ന ചില ഉദ്ധരണികൾ വന്നിട്ടുണ്ട്. അത് സ്ഥിരപ്പെട്ടാൽ തന്നെയും, അതിൻ്റെ സനത് സ്ഥിരപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് പോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അതിന് സ്ഥിരപ്പെട്ടാൽ തന്നെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, അത് ശനിയാഴ്ചയെ മാത്രം ഒരാൾ ഉദ്ദേശിച്ചെടുക്കുമ്പോഴാണ് അത് നിഷിദ്ധമായി തീരുന്നത്. ഈ ഹദീസിൽ എന്താണ്? വെള്ളിയാഴ്ചയോടൊപ്പം ശനിയാഴ്ച കൂടി എടുത്താൽ കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ ആ ദിവസത്തിൽ ശനിയാഴ്ച സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റുന്നുണ്ട്. വെള്ളിയാഴ്ച ഒരാൾ എടുത്താൽ അതോടൊപ്പം ശനിയാഴ്ചയും കൂടി അയാൾക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് തിരക്കേടില്ല. അതേപോലെ അറഫാ ദിനം ദുൽഹിജ്ജ 9 അത് ശനിയാഴ്ച വരികയാണ്, ഞായറാഴ്ചയാണ് ബലിപെരുന്നാളെങ്കിൽ അയാൾക്ക് ആ അറഫാ ദിനം ശനിയാഴ്ച എടുക്കാവുന്നതാണ്. അത് തെറ്റില്ല, അങ്ങനെ തെറ്റില്ല. ഇനി മാസത്തിലെ 13, 14, 15 അത് ശനിയാഴ്ച വന്നേക്കാം. ആ ദിവസങ്ങളിലും ഒരാൾക്ക് ശനിയാഴ്ച എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. മറിച്ച് ശനിയാഴ്ച നോമ്പ് വിലക്കിക്കൊണ്ടുവരുന്ന ഹദീസ് സഹോദരങ്ങളെ അത് സ്ഥിരപ്പെട്ടാൽ തന്നെയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുമാത്രമാണ്? ആ ശനിയാഴ്ചയെ മാത്രം പ്രത്യേകമാക്കി ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വമിമ്മ ഉനബ്ബിഹു അലൈഹി ഹുനാ വഇൻ കുന്നാ നഖ്തസിർ. നമ്മൾ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ഈ കിതാബ് സിയാം വിശദീകരിക്കുന്നത് എങ്കിലും ഇവിടെ എനിക്കൊരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാണ്, അന്നഹു ലാ യംബഗി അൻ തുജ്അല ഹാദിഹിൽ മസ്അലതു സുന്നത്തിൻ വബിദ്അഹ വവലാഇൻ വബറ കമാ നറാ ഫി സിനീനിൽ അഖീറ. ഈ വിഷയം, ശനിയാഴ്ച നോമ്പിന്റെ വിഷയം ഒരിക്കലും തന്നെ നമ്മളൊരു തർക്ക വിതർക്ക മസ്അലയാക്കി മാറ്റാൻ പറ്റൂല. സുന്നത്തിന്റെയും ബിദ്അത്തിന്റെയും അല്ല പരസ്പരം ദേഷ്യവും വക്കാണമൊക്കെ ഉണ്ടാക്കേണ്ട, വലാവും ബറാവും ഒക്കെ നിശ്ചയിക്കേണ്ട ഒരുപാട് കാലങ്ങളിൽ ഇപ്പൊ കണ്ടുവരുന്നത് പോലെ അങ്ങനെ നിശ്ചയിക്കാൻ പാടില്ല. വയഹ്സുലു കഅന്നൽ മൗദൂഅ ഇഖാമത്തു സുന്നത്തിൻ വഇഹ്യാഉ ബിദ്അ. ഇതൊക്കെ ചില ആളുകൾ അത് സുന്നത്തിനെ നിലനിർത്തേണ്ടതും ബിദ്അത്തിനെ നിലനിർത്തുക പോലെയുള്ള വിഷയങ്ങളൊക്കെ ആക്കി അതിനെ വളച്ചൊടിക്കുന്നുണ്ട്. ഹാദിഹി മസ്അലത്തുൻ ഇൽമിയ്യ, ഇതൊരു ഇൽമിയായ മസ്അലയാണ്. ഇഖ്തലഫ ഫീഹാ അൽ ഉലമാഉ മിൻ ഖദീം. പഴയ കാലം മുതൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശനിയാഴ്ച സുന്നത്ത് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. വൽ ഹദീസു അന്നഹി യൗമിസ് സബ്ത് മഹല്ലു ഖിലാഫിൻ ഫീ സനദിഹി വ മത്നി. ശനിയാഴ്ച ദിവസത്തിൽ നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിന്റെ സനദിലും മത്നിലും തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. വൽ ഖിലാഫു ഫീഹി ഖവിയ്യുൻ ജിദ്ദൻ വഹിയ മസ്അലത്തുൻ ഇൽമിയ്യ. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം വളരെ ശക്തമായതാണ്. ഇത് ഒരു ഇൽമിയായ മസ്അലയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ ശനിയാഴ്ച നോമ്പെടുക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുകയാണ് എങ്കിൽ പോലും അതൊരു ഇൽമിയായ മസ്അലയായി, ഒരു വൈജ്ഞാനികമായ ചർച്ചയായി അവൻ മനസ്സിലാക്കുകയും ഇതിന്റെ പേരിൽ പരസ്പരം ആക്ഷേപിക്കുകയോ പരസ്പരം ബിദ്അത്ത് ചെയ്തെന്ന് ആരോപിക്കുകയോ പരസ്പരം സലഫിയത്ത് നിന്ന് പുറത്താക്കുകയോ പോലുള്ള കാര്യങ്ങളൊന്നും ഒരാളും ചെയ്യാൻ പാടില്ല എന്നാണ് ഞാനിത് പ്രത്യേകം സൂചിപ്പിക്കാനുള്ള കാരണം. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ചില ആളുകളുണ്ട്. ശനിയാഴ്ച ദിവസത്തിലൊക്കെ വല്ല അറഫ നോമ്പും വന്നു കഴിഞ്ഞാൽ അവരുടനെ തന്നെ പ്രത്യക്ഷപ്പെടും. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കും. മുഴുവൻ മുസ്ലിമീങ്ങളെയും അറഫ നോമ്പ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവരങ്ങേയറ്റം പ്രയത്നിക്കും. അവിടെ തീരുന്നില്ല. ആരെങ്കിലുമൊക്കെ ശനിയാഴ്ച നോമ്പ് എടുക്കുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞാൽ അവരെ വളരെ ശക്തമായി ആക്ഷേപിക്കുകയും അവർക്ക് ദീൻ അറിയില്ല, അവർക്ക് സലഫിയത്ത് അറിയില്ല, ഈ രൂപത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരോടാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് വളരെ കൃത്യമായി അവർക്ക് മറുപടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരം അഹ്ലുസുന്നത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പരസ്പരം ചേരി തിരിയാനും വിതർക്കങ്ങൾക്ക് കാരണമാകാനും പരസ്പരം സുന്നത്തിൽ നിന്നും പുറത്താക്കാനും ഒന്നുമുള്ള കാരണമാക്കി ഒരിക്കലും മാറ്റാൻ പാടില്ല എന്ന് അദ്ദേഹം പറയാം. എന്നിട്ട് അദ്ദേഹം പ്രത്യേകം പറയുന്നു, പ്രത്യേകിച്ച് ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ശീലിച്ചിട്ടുണ്ട്, ആ നന്മയാകട്ടെ മഹാന്മാരായ കിബാറുകളായ
വളരെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നന്മയാണ്, ജനങ്ങൾ ഒരുപാട് കാലമായി ചെയ്തു പോരുന്നതാണ് എങ്കിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങൾ അത്തരം ഹൈറുകളിൽ നിന്നും ഒരിക്കലും നമ്മൾ തടസ്സപ്പെടുത്തരുത് എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ശരീരം മുഴുവൻ മറക്കുക, മുഖം ഉൾപ്പെടെ മറക്കുക എന്നുള്ളത് പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് മുഖം മറക്കൽ നിർബന്ധമില്ല എന്ന അഭിപ്രായമുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഒരാൾ എല്ലാ സ്ത്രീകളും മുഖം മറക്കുന്ന ഒരു നാട്ടിൽ വന്നിട്ട് അയാൾ ഈ പറയുന്ന അഭിപ്രായം കൊണ്ടിടുക, സ്ത്രീകൾക്ക് മുഖം മറക്കൽ നിർബന്ധമില്ല, അത് അത്ര വലിയ നിർബന്ധമുള്ള വിഷയമല്ല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹം പറയുന്നത്, എന്തിനാണ് നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ അവിടെ കൊണ്ടിടുന്നത്? കാരണം ജനങ്ങൾ മുഖം മറക്കുകയാണ്, നല്ല ഹൈറാണ് അവർ ചെയ്യുന്നത്. മുഖം മറക്കാൻ പാടില്ല എന്നൊരാളും പറഞ്ഞിട്ടില്ല. മുഖം മറക്കൽ നിഷിദ്ധമാണെന്നോ ഏറ്റവും കുറഞ്ഞത് ഒരു കറാഹത്താണെന്നോ അഹ്ലുസുന്നത്തിന്റെ ഒരാലിമും പറഞ്ഞിട്ടില്ല. രണ്ടേ രണ്ട് അഭിപ്രായങ്ങളേ ഉള്ളൂ. ഒന്ന് വാജിബാണ്, നിർബന്ധമാണ്, ഒഴിവാക്കിയ കുറ്റം കിട്ടും. രണ്ട് മുസ്തഹബാണ്, വളരെയധികം പ്രതിഫലാർഹമായ കാര്യമാണ്. ഈ രണ്ട് അഭിപ്രായം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിലുള്ളൂ. അപ്പോൾ എല്ലാവരും മറച്ചു വരുന്ന ഒരു സ്ഥലത്ത് ഹൈറിലുള്ള ഒരു നാട്ടിൽ പോയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ യാതൊരു ഹൈറുമില്ല. കാരണം ജനങ്ങളൊക്കെ ഒരുപാട് ഫിത്തിനകളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ കൊണ്ടുപോയിട്ട് അങ്ങനെ മുഖം മറക്കൽ നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്ന മസ്അല അവിടെ അവതരിപ്പിച്ചിട്ട് അതിന്റെ തെളിവുകളൊക്കെ നിരത്തുന്നതിൽ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഇത്തരക്കാർ ഒരുപക്ഷെ അവരുദ്ദേശിക്കുന്നത് അവർക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ അറിവുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളും കൂടുതൽ തെളിവുകളൊക്കെ മനസ്സിലാക്കാൻ തങ്ങൾക്ക് കഴിവുണ്ടെന്നോ ഒക്കെ ഉദ്ദേശിക്കാനായിരിക്കാം. എന്ത് തന്നെയായാലും അത് ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം ഹൈറാണ്. അല്ല, അതെന്തെങ്കിലും ഒരു തെറ്റാണ്, അതിലൊരു വലിയ ഫിത്തനയുണ്ട്, കുഴപ്പമുണ്ട് എങ്കിൽ നമുക്ക് ഒരു പേരിലെങ്കിലും പറയാം. ഇത് ജനങ്ങൾ ഹൈറിൽ പോകുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അത് ആവശ്യമില്ല, അങ്ങനെ ചെയ്യേണ്ടതില്ല, ഇത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളത് ഒരു ദീൻ മനസ്സിലാക്കിയ ഒരാളുടെ ഫിഖ്ഹിൽ അവഗാഹത്തിൽ പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് റമളാനിൻ്റെ രാത്രിയിലുള്ള നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചൊക്കെ പറയുന്ന ഹദീസ് ഉദ്ധരിക്കുകയാണ്. വഖാല മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി മുത്തഫഖുൻ അലൈഹി. ആരെങ്കിലും റമളാൻ മാസത്തിൽ ഈമാനോടുകൂടി, വിശ്വാസത്തോടുകൂടി, വഹ്തിസാബ് പ്രതിഫലേച്ഛയോടുകൂടി, അള്ളാഹു ഇതിനെല്ലാം എനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി ആരെങ്കിലും നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ അവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നുള്ളതാണ്. ഇത് നോമ്പിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന കാര്യമാണ്. അദ്ദേഹം അതിന്റെ ശേഷമുള്ള ഭാഗമായിരിക്കാം ഇവിടെ ഇത് എടുത്തു കൊടുത്തതിന്റെ ഉദ്ദേശം. അത് നിസ്കാരവും രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി രാത്രി നിസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു തരും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി ഹദീസിന്റെ വേറെ റിവായത്തിൽ കാണാം, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും റമളാനിന്റെ രാവിൽ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും അവൻ എന്ത് ചെയ്യുക? തറാവീഹ് നിസ്കരിക്കുക. ഇനി അതിന് സാധിക്കാത്ത ആളുകളാണെങ്കിൽ, വീട്ടിലുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക? രാത്രി നിസ്കാരം നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാപങ്ങൾ മുഴുവനും പുറത്തു കിട്ടാനുള്ള വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് റമളാനിന്റെ രാവിലുള്ള നിസ്കാരം എന്ന കാര്യം ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം പിന്നീട് ചർച്ച ചെയ്യുന്നത്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ് വഅതഖഫ അസ്വാജുഹു മിൻ ബഅദിഹി മുത്തഫഖുൻ അലൈഹി. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണത്. അഥവാ അവിടുത്തെ ഭാര്യമാർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മരിപ്പിക്കുവോളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുവോളം അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടില്ല? ഇഅ്തികാഫ് അവിടുത്തെ ജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. വഅതഖഫ അസ്വാജുഹു മിൻ ബഅദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവിടുത്തെ വഫാത്തിന് ശേഷം അവരും ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഅ്തികാഫ് എന്ന് പറയുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്താണ്. അതിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പതിവായി ചെയ്തിരുന്നു എന്നാണ്. അവിടുന്ന് ഒരു റമളാനിലും ഇഅ്തികാഫ് ഉപേക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവിടുന്ന് എല്ലാ റമളാനിലും ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നുള്ളത് തന്നെ അത് എത്ര മാത്രം
പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്താണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്? ഇഅ്തികാഫ് വലുസൂമുൽ മസ്ജിദി തഖറുബൻ ഇലല്ലാഹി തആല. ഒരാൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ച് ഒരു മസ്ജിദിൽ കഴിച്ചു കൂട്ടുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അതിന് മഹത്തരമായ ഒരു ലക്ഷ്യമുണ്ട്. പണ്ഡിതന്മാർ പറയും ഖത്ഉൽ അലായികി അനിൽ ഖലായിഖ്, അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിന്നും അവൻ ബന്ധങ്ങൾ മുറിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹുവുമായിട്ട് ഒഴിഞ്ഞിരിക്കുക. ഇതാണ് ഇഅ്തികാഫിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിൽ അവന് ജനങ്ങളുമായിട്ടൊക്കെ നല്ല സമ്പർക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 10 ദിവസം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളും വ്യവഹാരങ്ങളൊക്കെ പരമാവധി കുറച്ച് തീരെ ഇല്ലാതാക്കിയിട്ട് അള്ളാഹുവുമായി ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഇബാദത്തുകളിൽ കഴിച്ചുകൂട്ടുക, അങ്ങനെ മസ്ജിദിൽ വന്നിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇഅ്തികാഫ് എന്നതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്ന ഇഅ്തികാഫാണ് നമുക്ക് വേണ്ടത്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഅ്തികാഫ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഒരു സ്ഥലത്ത് കൂടിയിരുന്ന് അങ്ങനെ ഒരു 10 ദിവസം ഇങ്ങനെ ഒരുപാട് സംസാരങ്ങൾ നടത്തി, അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞ് ഒരുപാട് സൊറ പറഞ്ഞ് ആ രൂപത്തിൽ പിരിയുക എന്നുള്ളത് സഹോദരങ്ങളെ, അത് ഇഅ്തികാഫിന്റെ ലക്ഷ്യത്തെ ഇല്ലാതാക്കി കളയാം. ഇഅ്തികാഫ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയാത്ത ആളുകളാണ് പലപ്പോഴും ആ രൂപത്തിൽ അവർ മസ്ജിദിലേക്ക് വരുന്നത് തന്നെ. എന്തിനാണ്? കാരണം ചിലപ്പോൾ വർഷത്തിലൊരു ഈ ഒരു 10 ദിവസം മാത്രം കാണുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. അവർ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ അവിടെ ഒരുമിച്ച് കൂടും. അപ്പോൾ ഈ ഒരു 10 ദിവസം എന്ത് ചെയ്യുക? ഒരുമിച്ച് എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് വർത്താനം പറഞ്ഞ്, ചിലപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ പോലും വർത്താനം പറയാത്ത അത്രയാണ് ഇഅ്തികാഫിന്റെ രാത്രിയിൽ ആളുകൾ വർത്താനം പറയും. എത്ര വിരോധാഭാസമാണ് അത്. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളെക്കാളും സംസാരങ്ങൾ കുറക്കേണ്ട ദിവസമാണ്. കൂടുതൽ ഖുർആൻ പാരായണമായി, ദിക്റുകളായി, ഇബാദത്തുകളായി, രാത്രി നിസ്കാരമായി, ഖിയാമുൽ ലൈലായി, അങ്ങനെയാണ് അതിൻ്റെ മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടത്. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളെക്കാളും കൂടുതൽ ആളുകൾ സംസാരിക്കാൻ ചിലപ്പോൾ ഈ ദിവസങ്ങൾ മാറ്റിവെക്കണം. കാരണം ഈ ദിവസം മുഴുവൻ ഫ്രീ ആണ്, വീട്ടിലില്ല, മസ്ജിദിൽ തന്നെ എല്ലാവരും മസ്ജിദിലുണ്ട്. ഇതേപോലെ ആളുകൾ രാത്രി മുഴുവൻ നേരം കാണുക എന്നുള്ള മറ്റു ദിവസങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സംസാരം, പരമാവധി ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയൊക്കെ ആയി ഇഅ്തികാഫിനെ എന്ത് ചെയ്യുന്നുണ്ട്? പലരും അതിൻ്റെ ലക്ഷ്യം നേടാതെ മസ്ജിദിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമായി തീർക്കാറുണ്ട്. ഇത് പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ പറഞ്ഞതാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഈ കാലഘട്ടത്തിൽ ആളുകൾക്കുള്ള മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അവരുടെ ഇഅ്തികാഫിന്റെ ലക്ഷ്യത്തെ വലിയ നിലക്ക് തന്നെ മുറിക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്നും അവരെ തടയുന്നുണ്ട്. കാരണം പഴയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒരാൾ മസ്ജിദിലേക്ക് ഇഅ്തികാഫിന് വന്നിരുന്നാൽ അവൻ അങ്ങാടിയിലേക്ക് പോകുന്നില്ല, അങ്ങാടിയിലുള്ള ആളുകളെ കാണുന്നില്ല, അല്ല അങ്ങാടി വർത്തമാനങ്ങൾ, അതുപോലെയുള്ള സംസാരങ്ങൾ, നാട്ടിൽ നടക്കുന്ന വർത്തമാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാതെ മസ്ജിദിൽ തന്നെ ഇരുന്ന് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് കൽബ് അള്ളാഹുലേക്ക് മാത്രമാക്കി അവൻ ജനങ്ങളിൽ നിന്നെല്ലാം മാറിയിരുന്ന് ഇബാദത്തിന് അവൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ കാലഘട്ടത്തിൽ എന്താണ് അവസ്ഥ? ഈ കാലഘട്ടത്തിൽ അവൻ എവിടെ ഇരുന്നാലും ലോകത്ത് എവിടെ നടക്കുന്ന വിഷയങ്ങളും ഫിത്തനകളും ഒക്കെ അവൻ്റെ കയ്യിലേക്ക് എത്തുകയാണ്. അങ്ങനെ എല്ലാം കേൾക്കുകയും എല്ലാത്തിനും മറുപടി പറയുകയും എല്ലാത്തിനും സംസാരിക്കുകയും. ഇനിയോ കച്ചവടങ്ങളോ? അല്ല, കച്ചവടം പഴയ കാലത്ത് അവൻ വിട്ടുകൂടെ വന്നാൽ പിന്നെ അവൻ്റെ കച്ചവടമൊന്നുമില്ല. ചിന്നോ ഇവൻ്റെ കച്ചവടം നടത്തുകയാണ്. ഇങ്ങനെ മൊബൈലിലൂടെ കച്ചവടങ്ങൾ നടത്തുന്നു, ഓൺലൈനായി കച്ചവടങ്ങൾ നടത്തുന്നു. എല്ലാം മസ്ജിദുകളിൽ നിന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. മസ്ജിദ് യഥാർത്ഥത്തിൽ ഇത്തരം കച്ചവടത്തിന്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾ അവരുടെ സംസാരങ്ങളും കച്ചവടങ്ങൾ ഉറപ്പിക്കുന്നതും കച്ചവടം നടത്തുന്നതും ഇതൊക്കെ മസ്ജിദുകളിലായി പോകുന്നുണ്ട്. അപ്പം അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇനി ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഖേദത്തോടെ കാണാൻ സാധിക്കുന്നതാണ്, അവർ ഓൺലൈൻ ഗെയിമുകളും മറ്റുമൊക്കെ മസ്ജിദുകളിൽ വന്ന് മൊബൈലുകളിലൊക്കെ ഇഅ്തികാഫിന് ഇരിക്കാൻ വന്ന കുട്ടികളാണ്. അപ്പോൾ വീട്ടിൽ നിന്നും ഇഅ്തികാഫാണെന്ന് പറയുമ്പോൾ മൊബൈലൊക്കെ കൊടുത്തു വിടാണ്. അപ്പോൾ വീട്ടിലാവുമ്പോൾ സാധാരണ രാത്രി അവർ മൊബൈലൊന്നും ഉപയോഗിക്കാത്തതായിരിക്കും. ഇഅ്തികാഫിന് വന്നിട്ട് മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് ഫോണിൽ കളിക്കുക, അങ്ങനെ സമയം കൊല്ലുക, ഇത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ കേവലം മസ്ജിദിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളതല്ല. അങ്ങനെ മാത്രം ഉദ്ദേശിക്കുന്ന ആളുകൾ ഇഅ്തികാഫിന് വരാതിരിക്കലാണ് ഉത്തമം. കാരണം നിങ്ങളുടെ ഇഅ്തികാഫ് ഒരു പക്ഷേ മറ്റുള്ള ഒരുപാട് ആളുകളുടെ ഇഅ്തികാഫിന് അതിന് കോട്ടം വരുത്തുന്നതാണ്. അത് സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഅ്തികാഫ് ഇരിക്കൽ അവർക്കും സുന്നത്താണ്. പക്ഷെ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഭർത്താക്കന്മാരുടെ പെർമിഷൻ അവർക്ക് നിർബന്ധമാണ്. 4 മദ്ഹബിലും ഏകാഭിപ്രായമുള്ള കാര്യമാണ്. ഭർത്താവിന് ഇഷ്ടമല്ല എങ്കിൽ സ്ത്രീകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല? മസ്ജിദിൽ വന്ന് ഇഅ്തികാഫ് ഇരിക്കാൻ സാധിക്കുകയില്ല. അവർ പാടില്ല, തെറ്റാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യണം? അങ്ങനെ വരുന്നുണ്ട് എങ്കിൽ തന്നെ ആ മസ്ജിദിൽ കൃത്യമായ ഹിജാബൊക്കെ പാലിക്കാൻ പറ്റുന്ന, പുരുഷന്മാരൊന്നും കാണാത്ത നല്ല മറയുള്ള സ്ഥലമുള്ള ഒരു ഇടം ആ മസ്ജിദിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് വളരെ ഗൗരവത്തിൽ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു മസ്ജിദിലേക്ക് വന്ന് ഒറ്റപ്പെട്ട്
അവിടെ വേറൊരു സ്ത്രീകളൊന്നുമില്ല, അങ്ങനെ ഒരു അവസ്ഥയിലൊന്നും ഒരു സ്ത്രീയും വന്ന് എത്തിക്കാഫിലേക്ക് ഇരിക്കാൻ പാടില്ല. അതേപോലെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന സ്ത്രീകളുണ്ട് എങ്കിൽ അത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുട്ടികൾ കാരണം മറ്റുള്ള ഇബാദത്തെടുക്കുന്ന സ്ത്രീകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത്തരം കുട്ടികളുമായി എത്തിക്കാഫിന് വരാത്തതാണ് നല്ലത്. കാരണം അത് മറ്റുള്ളവരുടെ ഇബാദത്തിനെ കൂടി അവരുടെ ഖുശൂവിനെ കൂടി ഇല്ലാതാക്കുകയാണ് എങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, എത്തിക്കാഫ് അത് ശരിയാകുക അത് മസ്ജിദിൽ മാത്രമാണ്. മസ്ജിദിലല്ലാതെ എത്തിക്കാഫ് ഇല്ല. ഒരാൾക്ക് വീട്ടിൽ നിസ്കരിക്കാനുള്ള ഒരു പ്രെയർ റൂം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം അത്തരം റൂമുകൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ വഖഫ് ചെയ്യാത്തതായ ഒരു മുറിയിലും ഒരു പ്രെയർ ഹാളിലും എത്തിക്കാഫ് ശരിയാവുകയില്ല. എത്തിക്കാഫ് ശരിയാകണമെങ്കിൽ വഖഫ് ചെയ്ത മസ്ജിദുകളായിരിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുപോലെ 5 നേരം ജമാഅത്ത് നടക്കുന്ന മസ്ജിദ് ആയിരിക്കണം. കാരണം അതല്ല എങ്കിൽ അയാൾക്ക് 5 നേരം ജമാഅത്തായി നിസ്കരിക്കാൻ സാധിക്കുകയില്ല. ഒരു മസ്ജിദുണ്ട്, അത് അവിടെ വെറുതെ കിടക്കാണ്, അവിടെ ഒരു മനുഷ്യന്മാർ വരുന്നില്ല, 5 നേരം നിസ്കരിക്കാൻ സാധിക്കാത്ത ജമാഅത്ത് ഇല്ലാത്തതാണ് എങ്കിൽ അവൻ ജമാഅത്തുള്ള മസ്ജിദിലാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ജുമാ കൂടി ഉണ്ട് എങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം അതല്ല എങ്കിൽ അവന് ആഴ്ചയിൽ ആ 10 ദിവസത്തിൽ വരുന്ന 1-2 വെള്ളിയാഴ്ച ഉണ്ടായേക്കാം. അപ്പം ആ ദിവസങ്ങളിൽ അവന് പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് ജുമാ കൂടിയുള്ള മസ്ജിദിലാണ് അവൻ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, എത്തിക്കാഫ് അതിൻ്റെ സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ എപ്പോഴാണ് എത്തിക്കാഫിലേക്ക് പ്രവേശിക്കേണ്ടത്? അത് നമ്മൾ അവസാനത്തെ 10 ആരംഭിക്കുന്നതിന് മുമ്പാണ്. അഥവാ 21 രാവിൽ ആകുന്നതിന് മുമ്പ് തന്നെ. അത് 20 നോമ്പിലാണ് നമ്മൾ ഉള്ളത് എങ്കിൽ ഈ മഗ്രിബോട് കൂടി നമ്മൾ 21 രാവിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് തന്നെയാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. അഥവാ ഒരാൾക്ക് 10 ദിവസവും എത്തിക്കാഫ് ഇരിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. എന്നാൽ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കുന്ന അത്രയും ഒരാൾക്ക് ഇരിക്കാവുന്നതാണ്. ഒരാൾക്ക് പൂർണ്ണമായി സാധിക്കുന്നില്ല, രാത്രി മാത്രമേ സാധിക്കുന്നുള്ളൂ, അയാൾക്കത് അനുവദനീയമാണ്. അത്രയും സമയം എത്തിക്കാഫായിട്ട് പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. എന്നാൽ ചില പണ്ഡിതന്മാർ ഒരു ദിവസം എടുക്കണം, ഒരു ദിവസം ഒരു രാവും പകലും ഇരുന്നാലാണ് എത്തിക്കാഫ് ഏറ്റവും കുറഞ്ഞതാകുകയുള്ളൂ എന്നും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സുലൈമാൻ വഹൈദി ഹഫ്ളഹുല്ലാ അദ്ദേഹമൊക്കെ ആ അഭിപ്രായമാണ് ശരിയായി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാധിക്കുന്നവർ ഒരു ദിവസം എങ്കിലും പൂർത്തിയാക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി അതിന് സാധിക്കാത്ത ആളുകൾ രാത്രി മാത്രമേ സാധിക്കുന്നുള്ളൂ എങ്കിൽ ഇബാദത്തുകൾ കൊണ്ട് മാറിയിരിക്കാൻ, അങ്ങനെ മസ്ജിദിൽ വന്നിരിക്കുക എന്നുള്ളത്, ആ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് അത് വലിയ ഖൈറുള്ള കാര്യം തന്നെയാണ്, വലിയ ഖൈറുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി എപ്പോഴാണ് എത്തിക്കാഫ്? സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, എത്തിക്കാഫിൽ എപ്പോഴും നമ്മൾ ശുദ്ധിയിലായിരിക്കണം. വലിയ അശുദ്ധിയിൽ നിന്നും നമ്മൾ മുക്തമായിരിക്കണം. വലിയ അശുദ്ധിയുള്ള ആളുകൾ എത്തിക്കാഫ് ഇരിക്കാൻ പാടില്ല. അഥവാ ഒരാൾക്കൊരു ജനാബത്ത് സംഭവിച്ചു, അതായത് സ്വപ്നസ്ഖലനം പോലെ വല്ലതും സംഭവിച്ചാൽ ഉടനെ പുറത്തുപോയി കുളിച്ച് എന്ത് ചെയ്യണം? മസ്ജിദിലേക്ക് തിരിച്ചു കയറണം. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ആർത്തവം പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ എത്തിക്കാഫ് അവിടെ മുറിഞ്ഞു, പിന്നീട് അവർ ഇരിക്കാൻ പാടില്ല. അവർ മസ്ജിദിൽ നിന്ന് പുറത്തു പോകേണ്ടതാണ്. അവർ എത്തിക്കാഫ് അതോടുകൂടി മുറിഞ്ഞിരിക്കുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? എത്തിക്കാഫുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. അനാവശ്യമായി മസ്ജിദിൽ നിന്നും പുറത്തു പോകുക എന്നുള്ളത് അത് എത്തിക്കാഫിനെ മുറിച്ചു കളയുന്നതാണ്. അതായത് ആവശ്യമൊന്നുമില്ല, ഭക്ഷണം ഇവിടെ തന്നെ ഉണ്ട്, വെള്ളം ഇവിടെ തന്നെ ഉണ്ട്, കുളിക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ മസ്ജിദിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. ഇതൊക്കെ ഒരാൾക്കൊരു മസ്ജിദിൽ ഇല്ല എങ്കിൽ അയാൾക്ക് അതിനു വേണ്ടി പുറത്തു പോകാവുന്നതാണ്. അയാളുടെ എത്തിക്കാഫ് മുറിയുകയില്ല. ഒരു മസ്ജിദിൽ ടോയ്ലറ്റ് സംവിധാനമല്ല, അയാളുടെ വീട്ടിൽ പോയി ഉടനെ ടോയ്ലറ്റിൽ പോയി തിരിച്ച് മസ്ജിദിലേക്ക് വരിക എന്നുള്ളത് അയാൾ എത്തിക്കാഫിനെ മുറിക്കുകയില്ല. എന്നാൽ ഇതെല്ലാം സംവിധാനം ഉണ്ടായിട്ടും ഒരാൾ അനാവശ്യമായി വീട്ടിലേക്കോ അല്ലെങ്കിൽ അങ്ങാടിയിലേക്കോ കടയിലേക്കോ ഒക്കെ പോകുന്നുണ്ട് എങ്കിൽ എത്തിക്കാഫ് മുറിഞ്ഞു. അല്ലെ എത്തിക്കാഫ് അത് സാധുവാവുകയില്ല എന്നുള്ള കാര്യം സഹോദരങ്ങളെ അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി എത്തിക്കാഫ് ഏറ്റവും പുണ്യമുള്ളത് സഹോദരങ്ങളെ അതെവിടെയാണ്? ഏറ്റവും പുണ്യമുള്ളത് അത് മസ്ജിദുൽ ഹറമിൽ തന്നെയാണ്. ഒരു നിസ്കാരത്തിന് 1,00,000 പ്രതിഫലം ലഭിക്കുന്ന മസ്ജിദുൽ ഹറമിലാണ് ഏറ്റവും പുണ്യമുള്ളത്. അതിനുശേഷം പുണ്യമുള്ളത് മസ്ജിദുൻ നബവിയിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദാണ്. അതിനുശേഷം പുണ്യമുള്ളത് അൽ മസ്ജിദുൽ അഖ്സയിലാണ്, ഫലസ്തീനിലെ നമ്മുടെ മസ്ജിദായ മസ്ജിദുൽ അഖ്സ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് എത്രയും പെട്ടെന്ന് അത് തിരിച്ചു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ 3 മസ്ജിദിലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള എത്തിക്കാഫ് ഉള്ളത്. ഇവിടെ മാത്രമേ എത്തിക്കാഫ് ഇരിക്കാവൂ എന്നില്ല. ഏറ്റവും ശ്രേഷ്ഠതയും ഏറ്റവും പൂർണ്ണതയുമുള്ള എത്തിക്കാഫ് ഈ 3 മസ്ജിദ് മാത്രമാണ് എന്ന് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ഹദീസാണ് അദ്ദേഹം കിതാബ് സിയാമിൽ അവസാനം നൽകുന്നത്. അദ്ദേഹം പറയുന്നു, വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്.
3 മസ്ജിദിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. 3 മസ്ജിദിലെ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ പാടുള്ളൂ. അൽ മസ്ജിദുൽ ഹറാം, ഒന്നാമത്തേത് മസ്ജിദുൽ ഹറം, മക്കയിലുള്ള മസ്ജിദുൽ ഹറം. 2 വമസ്ജിദി ഹാദ, എൻ്റെ ഈ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ വെച്ചാണ് ഈ ഹദീസ് പറയുന്നത്. 3 വൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസ് ഇദ്ദേഹം ഇവിടെ കൊടുക്കുവാനുള്ള കാരണമായി പണ്ഡിതന്മാർ ശാരിഹ്യങ്ങൾ വിശദീകരിക്കുന്നവർ പറയുന്നത്, കാരണം ഇഅ്തികാഫ് ഏറ്റവും പുണ്യം ഇവിടെയാണ്. അപ്പൊ ഇതല്ലാത്ത മറ്റൊരു മസ്ജിദിലും ആ മസ്ജിദിനൊരു പുണ്യമുണ്ട് എന്ന് പ്രതീക്ഷിച്ച് ഒരാളും പോകാൻ പാടില്ല. ഒരു മസ്ജിദിൽ പോയാൽ പ്രത്യേകം പ്രതിഫലം കിട്ടുമെന്നുള്ള നീയത്തിൽ ഒരു മസ്ജിദിലേക്കും ഇഅ്തികാഫിനോ നിസ്കാരത്തിനോ ജമാഅത്തിനോ പോകാൻ പാടില്ല. എന്നാൽ ഒരു മസ്ജിദിലേക്ക് പോയാൽ അവിടെ നല്ല ഖിറാഅത്തുണ്ട്, അതല്ലെങ്കിൽ നല്ല പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും, നല്ല നസീഹത്തുകൾ അവിടെ കേൾക്കാൻ പറ്റും, നല്ലൊരു പണ്ഡിതൻ അവിടെ ഉണ്ട്, അയാളുടെ ഇൽമിയായ ദുറൂസിൽ അഥവാ വൈജ്ഞാനിക ക്ലാസ്സുകളിലേക്ക് പങ്കെടുക്കാം. ഇത്തരം നിയത്തുകൾ കൊണ്ട് ഒരാൾക്കൊരു മസ്ജിദിനെ ലക്ഷ്യം വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ സുന്നത്തായി അവന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മസ്ജിദാണ്. അതിനപ്പുറത്തേക്ക് ആ മസ്ജിദിൽ നിസ്കരിക്കുന്നതിന് മറ്റൊരു മസ്ജിദിൽ നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട് എന്നുള്ളത് ഒരാൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഒരു മസ്ജിദിനെയും നമ്മൾ നിയത്താക്കി പോകാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. അതോടൊപ്പം സഹോദരങ്ങളെ, സാന്ദർഭികമായി പറയേണ്ട ഒരു കാര്യമാണ്, വളരെ ഗൗരവമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഈ 3 മസ്ജിദിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ച് പോകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്നാൽ എത്ര ആളുകളാണ് നമ്മുടെ നാട്ടിൽ ഇതല്ലാത്ത മസ്ജിദുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുണ്യം പ്രതീക്ഷിച്ച് തന്നെ പോകുന്നത്, അല്ലെ? പുത്തമ്പള്ളിയിലേക്കും അതുപോലെ തന്നെ അജ്മീറിലേക്കും നാഗൂറിലേക്കും ഏർവാടിയിലേക്കും ഒക്കെ പുണ്യം പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ പോകുന്നത്. ഞാൻ അവിടെ പോയി ആളുകൾ അവിടെയുള്ള മഹാന്മാരെന്ന് പറയുന്ന ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടല്ല, അത് ദീനുൽ ഇസ്ലാമിൽ പുറത്തു വന്ന് ശിർക്കാണ്. ഇനി ഒരാൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് ബിദ്അത്താണ്, അത് ഷിർക്കിലേക്കുള്ള മാർഗവുമാണ്. കാരണം ഇത്തരം ദർഗകളെയാണ് അയാൾ ലക്ഷ്യം വെച്ച് പോകുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വളരെ വ്യക്തമായി ബുഖാരിയിലും മുസ്ലിമിലുള്ള സ്വഹീഹായ ഹദീസാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള പുണ്യം പ്രതീക്ഷിച്ച് ഒരു മസ്ജിദിലേക്കും പോകാൻ പാടില്ല, ഉള്ളാളത്തേക്കും പോകാൻ പാടില്ല, 3 പറ്റുമ മക്കാമിലേക്കും പോകാൻ പാടില്ല. അങ്ങനെ ഒരു സ്ഥലവും സഹോദരങ്ങളെ ഈ 3 മസ്ജിദ് അല്ലാതെ മറ്റൊരു 4മതൊരു മസ്ജിദ് ഇല്ല, അതിലേക്ക് മാത്രമായി പുണ്യം പ്രതീക്ഷിച്ച് പോകാനായിട്ട്. കാരണം അത് വളരെ കൃത്യമായി ഹദീസിൽ വന്നതാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായി പറയുമ്പോൾ ചില ആളുകൾ അവരുടെ കയ്യിൽ യാതൊരു തെളിവില്ലാതിരിക്കുന്ന സമയത്ത് അവർ പറയും, അപ്പൊ മസ്ജിദ് ഖുബയിലേക്ക് പോകേണ്ടതില്ലേ എന്നുള്ളത്. മസ്ജിദ് ഖുബ നമുക്കറിയാം, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്നും ശുദ്ധിയായി അവൻ വുളു എടുത്തിട്ട് മസ്ജിദുൽ ഖുബയിലേക്ക് എത്തി 2 റക്അത്ത് നിസ്കരിച്ചാൽ അവനൊരു ഉംറ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കും. ഇത് സ്വഹീഹായ ഹദീസാണ്. പക്ഷെ എന്താണ് ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്? ഇത് മദീനയിൽ എത്തിയ ഒരാൾക്കുള്ള സുന്നത്താണ്. അതല്ലാതെ മദീനക്കുള്ള പുറത്തുള്ള ഒരാൾ മസ്ജിദ് ഖുബയെ ലക്ഷ്യം വെച്ച് ഒരിക്കലും വരാൻ പാടില്ല എന്നാണ്. മസ്ജിദ് നബവിയെ ലക്ഷ്യം വെച്ച് മദീനയിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് അവന് ചെയ്യാവുന്ന സുന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണത്. ഇപ്പോൾ ഇവിടുന്ന് ഒരാൾ മസ്ജിദുൽ ഖുബയിലേക്ക് ലക്ഷ്യം വെച്ച് ടിക്കറ്റ് എടുത്ത് നേരെ മദീനയിൽ ഇറങ്ങി മസ്ജിദ് ഖുബയിലേക്ക് പോവുകയാണെങ്കിൽ തെറ്റാണ്, അത് പാടില്ല. അത് ഈ ഹദീസിന്റെ പരിധിയിൽ തന്നെ പെടുന്നതാണ്. എന്നാൽ ഒരാൾ മദീനയിലേക്ക് എത്തി അയാൾ പിന്നീട് മദീനയിൽ ചെയ്യുന്ന ഒരു സുന്നത്തായിട്ട് ഈ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി മസ്ജിദുൽ ഖുബയിലേക്ക് പോകുകയാണ് എങ്കിൽ അത് ശരിയാണ്. അതാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇത്തരം സ്ഥിരപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു നിലക്കും സ്ഥിരപ്പെടാത്ത ഇത്തരം ദർഗകളിലേക്കും ഇത്തരം ഹറാമുകൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ഷിർക്കുകൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ബിദ്അത്തിലേക്കും ഷിർക്കിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. വലിയ സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതോടുകൂടി കിതാബു സിയാം മൻഹജു സാലിക്കീനിൽ അവസാനിച്ചിരിക്കുകയാണ്. നോമ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മസ്അലകൾ അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഇതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഓരോരുത്തർക്കും അറിയാനും മനസ്സിലാക്കാനൊക്കെ ഉണ്ടാകും. അത് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നമുക്ക് ഉപകരിക്കുന്ന അറിവുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.